ആലപ്പുഴ ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് BMSന്റെ നേതൃത്വത്തിൽ കായംകുളം ജോയിന്റ് RTO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയും ദേശീയപാത പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പുനർക്രമീകരിച്ച് നൽകുക, ഫെയർ മീറ്റർ ഏർപ്പെടുത്തുന്നതിന് ബോധവൽക്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ആലപ്പുഴ ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് BMSന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ദേശീയപാത പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പുനർക്രമീകരിച്ച് നൽകുക, ഫെയർ മീറ്റർ സംവിധാനം ഗ്രാമപ്രദേശങ്ങളിൽ ഏർപ്പെടുത്തുന്നതിന് മുൻപായി പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക, ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഏകപക്ഷീയമായ തീരുമാനം പിൻവലിക്കുക എന്നീ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാവിലെ ഓട്ടോ തൊഴിലാളികളുടെ പ്രകടനവും മാർച്ചും ധർണാ സമരവും ജോയിന്റ് RTO ഓഫീസിന് മുന്നിൽ നടന്നു. സുരേഷിന്റെ അധ്യക്ഷതയിൽ ഫെഡറൽ ജനറൽ സെക്രട്ടറി R. അജയൻ ധർണ ഉദ്ഘാടനം ചെയ്തു. നിശ്ചയിച്ച മിനിമം വേജസിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവരുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് ഓട്ടോറിക്ഷ ഓടുന്നത്. നമുക്കറിയാം, ഈ 3.5 വർഷങ്ങൾക്ക് ശേഷം ഇൻഷുറൻസിക്കുമ്പോൾ ആ പാതയോരങ്ങളിലെ ഓട്ടോറിക്ഷ ഓടി ഉപജീവന മാർഗം നടക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി. യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി TC സുനിൽകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. മേഖലാ ഭാരവാഹികളായ ശാന്തജ കുറുപ്പ്, സനു, P. അജയൻ, മോഹൻദാസ്, വേണുഗോപാൽ, സുരേഷ് ഹരിപ്പാട് എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.